Hi students, Appleby Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ HSST കൊമേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് ബഡ്ജറ്ററി കൺട്രോൾ. സോ ബഡ്ജറ്ററി കൺട്രോളിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് ബഡ്ജറ്റ് ആൻഡ് വളരെ സ്പെസിഫിക്കലി നിങ്ങൾ ഈ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ബഡ്ജറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു എസ്റ്റിമേഷൻ നടത്തുകയാണ്. നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻസസ്, ഇൻകം, അതിനെക്കുറിച്ച് നമ്മളൊരു എസ്റ്റിമേഷൻ നടത്തുകയാണ്. അങ്ങനെ നമ്മൾ നടത്തി വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ, നമുക്ക് എത്രത്തോളം വരുമാനം വരാൻ സാധ്യതയുണ്ട്, നമുക്ക് എത്രത്തോളം ചെലവ് വരാൻ സാധ്യതയുണ്ട്, ഇതിനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിനാവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഏകദേശ ഐഡിയ ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യലോ, ഈ മാസത്തെ ചെലവ്, ഈ മാസത്തെ വരുമാനം എന്നൊക്കെ നമ്മളും കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറില്ലേ? സോ ഇൻ ദ സെയിം വേ നമ്മളൊരു ഓർഗനൈസേഷനിൽ കുറച്ചുകൂടി ഒരു വലിയ പെർസ്പെക്റ്റീവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ്ജറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഇറ്റ്സ് എ പ്ലാൻ എക്സ്പ്രസ്ഡ് ഇൻ ഫിനാൻഷ്യൽ ടേംസ് ഫോർ അറ്റൈനിങ് സം ഒബ്ജക്റ്റീവ്സ്. നമ്മളിതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആയിരിക്കും, അല്ലെ? മോണിറ്ററി ടേംസ്, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര മൂല്യം എന്നായിരിക്കും നമ്മളതിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുന്നോട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അത് നമ്മൾ അതോറിറ്റിയിൽ കൃത്യമായി കാണിച്ച് നമ്മൾ അപ്രൂവ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഷോസ് പ്ലാൻഡ് ഇൻകം ടു ബി ജനറേറ്റഡ് ആൻഡ് പ്രോബബിൾ എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഇൻകവും അതുപോലെ തന്നെ എത്രത്തോളം എക്സ്പെൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു പീരീഡിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുക, ഇതായിരിക്കും നമുക്ക് ബഡ്ജറ്റ് വഴി അറിയാനായിട്ട് സാധിക്കുക. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ക്യാപിറ്റൽ എത്രത്തോളം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത് എന്താണ്? ഇറ്റ്സ് അബൌട്ട് ദ ടൈപ്സ്, ഏതൊക്കെ തരത്തിലുള്ള ബഡ്ജറ്റുകളുണ്ട് എന്നുള്ളതാണ്. സോ ബഡ്ജറ്റുകളെ മെയിൻലി നമുക്ക് 4 ബേസിസുകൾ ഉപയോഗിച്ച് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ പ്രതീക്ഷിക്കും. ഇപ്പോൾ ഒരു സൈഡിൽ ബേസിസ് തരാം, മറ്റൊരു സൈഡിൽ മറ്റൊരു ലിസ്റ്റിൽ ടൈപ്സുകൾ ചോദിക്കാം. അതല്ലെങ്കിൽ ഇപ്പം വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ബേസ്ഡ് ഓൺ ടൈം എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്, അല്ലെങ്കിൽ എന്ത് ബേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം മനസ്സിൽ കണ്ട് വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട്. സോ ബേസ്ഡ് ഓൺ ടൈമിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, കണ്ടീഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഫംഗ്ഷൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഫ്ലെക്സിബിലിറ്റിയുടെ ബേസിസിലും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ടൈം എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എങ്ങനെയൊക്കെ ആയിരിക്കും വരിക. ലോങ് ടേം ബഡ്ജറ്റും ഉണ്ടായിരിക്കും, ഷോർട്ട് ടേം ബഡ്ജറ്റും ഉണ്ടായിരിക്കും. സോ ലോങ് ടേം ബഡ്ജറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 5 to 10 ഇയേഴ്സിലേക്കൊക്കെ നിങ്ങളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ലോങ് ടേം ബഡ്ജറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ലോങ് പീരീഡിലേക്കാണ്. അപ്പോൾ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ബിസിനസ് എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് അൺസർട്ടൺ അല്ലേ? നമുക്കതിനെ പൂർണ്ണമായിട്ട് പ്രിഡിക്റ്റ് ചെയ്തെടുക്കുക എന്നൊന്നും പറയുന്നത് അത്രത്തോളം പോസിബിൾ അല്ല. പിന്നെ ഇത്രയും പീരീഡിലേക്ക് ആകുമ്പോൾ അത് കുറച്ചുകൂടി റിസ്ക് എലമെൻറ്റിനെ കൂട്ടുകയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ലോങ് ടേം ബഡ്ജറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഒരു ലോങ് ടേം ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിന് സപ്ലിമെൻ്ററി ആയിട്ട് ബഡ്ജറ്റുകൾ കൂടി പ്രിപ്പയർ ചെയ്യും. അതായത് ഷോർട്ട് പീരീഡിലേക്കുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ബഡ്ജറ്റ് കൂടി പ്രിപ്പയർ ചെയ്യും. കാരണം ഇതൊരു ലോങ് പീരീഡിലേക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ സപ്ലിമെൻ്ററി ആയിട്ടുള്ള ബഡ്ജറ്റ് കൂടി പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഷോർട്ട് ടേം ബഡ്ജറ്റ്. ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഷോർട്ട് പീരീഡിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റാണ് ഷോർട്ട് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സംടൈംസ് എ ബഡ്ജറ്റ് മേ ബി പ്രിപ്പയർഡ് ഫോർ ഷോർട്ടർ പീരീഡ്, കൺട്രോൾ ഡേ ടു ഡേ ഓപ്പറേഷൻ. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഡേ ടു ഡേ ബേസിസിലുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷോർട്ട് ടേം ബഡ്ജറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് നമുക്കറിയാം, ഇത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്തൊരു ഷോർട്ട് ടേം ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ ഒരു മന്ത്ലി പ്രിപ്പറേഷൻ, ഒരു ക്വാർട്ടർലി പ്രിപ്പറേഷൻ, അങ്ങനെയൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നമുക്ക്. കാരണം കാര്യം കുറച്ചുകൂടി നമുക്ക് ക്ലാരിറ്റി ആവണം, ആൻഡ് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് അനാലിസിസ് ഒക്കെ വേണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഇസ് ഷോർട്ട് ടേം ബഡ്ജറ്റ്. സോ ഫസ്റ്റ് ബേസ്ഡ് ഓൺ ടൈം ആണ്, രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ കണ്ടീഷൻ. കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് വീണ്ടും രണ്ടായിട്ട് ബഡ്ജറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ബേസിക് ബഡ്ജറ്റ് എന്നും കറണ്ട് ബഡ്ജറ്റ് എന്നും. ബേസിക് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു അൺഓൾട്ടേർഡ് ബഡ്ജറ്റാണ്. അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു റിജിഡായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്ജറ്റാണ്. ഏകദേശം നമുക്കുള്ള ഒരു ധാരണയൊക്കെ വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. അതിപ്പം കറണ്ട് മാർക്കറ്റിൽ വരുന്ന സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നില്ല. ഒരു ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു റൂൾ സെറ്റ് ചെയ്യുന്നു,
ആൻഡ് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക കാലത്തിന് അല്ലെങ്കിൽ പൊതുവെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യത്തില്ലേ. അപ്പോൾ ബേസിക് ആയിട്ടൊന്ന് കാണും ആൻഡ് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് പോകുന്ന മറ്റൊരു ബഡ്ജറ്റ് കൂടി കാണും എന്നുള്ളതാണ്. Okay, so a budget that is established for use as unaltered over long period. അപ്പോൾ അത് അൺഓൾട്ടേർഡ് ആയിട്ടാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദിസ് ബഡ്ജറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ചേഞ്ചസ് ഒക്കറിംഗ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് വിച്ച് ആർ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് മാനേജ്മെന്റ്. അപ്പോൾ ചേഞ്ചസിനനുസരിച്ച് ഇവിടെ ഒരു മാറ്റം അപ്ഡേറ്റ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ കൺട്രോളിനുള്ളിൽ നിൽക്കുന്ന കാര്യമല്ല. ബട്ട് സ്റ്റിൽ നമ്മളിതിനെ അൺഓൾട്ടേർഡ് ആയിട്ട് ഇതിനെ ഇതുപോലെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ മോർ യൂസ്ഫുൾ ഫോർ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫോർ ഫോർമുലേറ്റിംഗ് പോളിസീസ്. അപ്പോൾ ഓരോ ബഡ്ജറ്റിനും ഓരോ യൂസ് ആവുള്ളത്. ബേസിക് ബഡ്ജറ്റിന്റെ മേജർ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ എന്താ പറയുക പ്ലാൻസ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ അവരെ സഹായിക്കും എന്നുള്ളതാണ് ബേസിക് ബഡ്ജറ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ എന്താണോ പോകുന്നത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമ്മളത് എവിടെയാണ് ചെയ്യുന്നത്? ഇറ്റ്സ് അബൌട്ട് കറണ്ട് ബഡ്ജറ്റ് ആൻഡ് വിച്ച് ഇസ് പ്രിപ്പയർഡ് ഫോർ ഷോർട്ട് പീരീഡ്. ഓക്കെ, സോ വിച്ച് ഇസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു പ്രിവെയിലിംഗ് കണ്ടീഷൻ. എന്താണോ മാർക്കറ്റിലെ സിറ്റുവേഷൻ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് പോകുന്ന ബഡ്ജറ്റാണ് ഇതെന്ന് പറയുന്നത് കറണ്ട് ബഡ്ജറ്റ്. സോ കണ്ടീഷൻ ബേസിസിൽ ബഡ്ജറ്റിനെ രണ്ടായിട്ട് വീണ്ടും തരം തിരിക്കുന്നു, ബേസിക് എന്നും കറണ്ട് എന്നും. ബേസിക് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് അൺഓൾട്ടേർഡ്, കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രിവെയിലിംഗ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഫംഗ്ഷൻ്റെ ബേസിസിൽ നമ്മൾ വീണ്ടും ബഡ്ജറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫങ്ഷണൽ ബഡ്ജറ്റ് എന്നും മാസ്റ്റർ ബഡ്ജറ്റ് എന്നും. ഓക്കെ,
സോ ഈ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷനെയും ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊഡക്ഷന് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ ബേസിൽ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് വേരിയസ് ഫംഗ്ഷൻസ് പെർഫോംഡ് ഇൻ ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഫങ്ഷണൽ ബഡ്ജറ്റുകൾ വരും. സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്, ലേബർ ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ബഡ്ജറ്റ്, administration overhead budget, selling and distribution overhead budget, plant utilization budget, cash budget, research and development budget. വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങളോട് ചോദിച്ചിട്ട് ഇത് ഏത് തരത്തിലുള്ള ബഡ്ജറ്റ് ആണോ എന്ന് ചോദിക്കാം. ഇപ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ബഡ്ജറ്റ്, ഇത് ഏത് തരത്തിലുള്ള ബഡ്ജറ്റ് ആണ്? അപ്പം നമുക്കറിയാം ഇത് ഏതിൻ്റെ കീഴിൽ വരുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ കീഴിലാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷനാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നും കൂടിയുണ്ട്, അതെന്താണ്? മാസ്റ്റർ ബഡ്ജറ്റ്. ഈ പേര് പറയുന്ന പോലെ ഒരു മാസ്റ്റർ, അതായത് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷനാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? മാസ്റ്റർ ബഡ്ജറ്റിൽ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ സമ്മറൈസ്ഡ് ബഡ്ജറ്റ് എന്ന് നമ്മൾ വിളിക്കും, ഫൈനലൈസ്ഡ് പ്രോഫിറ്റ് പ്ലാൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതിപ്പോൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഫങ്ഷണൽ ബഡ്ജറ്റിൻ്റെ എല്ലാം ഫൈനൽ റിസൾട്ടിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ബേസിനെ യൂസ് ചെയ്തിട്ടാണ് മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ ബഡ്ജറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, സോ വെൻ ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ് ഹാവ് ബീൻ കംപ്ലീറ്റഡ്, ദ ബഡ്ജറ്റ് ഓഫീസർ പ്രിപ്പയർസ് മാസ്റ്റർ ബഡ്ജറ്റ്. അപ്പോൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് മാസ്റ്റർ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് കാറ്റഗറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഫ്ലെക്സിബിലിറ്റി. ബഡ്ജറ്റ് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ട് രീതിയിൽ ബഡ്ജറ്റിനെ ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും. ഫിക്സഡ് ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേരും കൂടി വിളിക്കും, സ്റ്റാറ്റിക് ബഡ്ജറ്റ്. കാരണം അതിൽ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് എക്സ്പെൻസിനെയാണ് ടോട്ടലി കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും, സെമി വേരിയബിൾ, വേരിയബിൾ എന്ന് പറഞ്ഞൊരു ക്ലാസിഫിക്കേഷൻ ഒന്നും നമ്മൾ ഈ ഒരു ഫിക്സഡ് ബഡ്ജറ്റിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സോ വിച്ച് ഈസ് റിസൈൻഡ് ടു റിമൈൻ അൺചേഞ്ച്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഓർ ടേൺ ഓവർ അറ്റൈൻഡ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടേൺ ഓവർ കൂടുന്നതനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരും. പക്ഷെ ഇതൊന്നും നമ്മൾ എവിടെ കാണിക്കുന്നില്ല, ഫിക്സഡ് ബഡ്ജറ്റ് ആണെങ്കിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യില്ല എന്നൊരു അസംഷനിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫിക്സഡ് എക്സ്പെൻസ്. കാരണം ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഫിക്സഡ് എക്സ്പെൻസ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പൊതുവെ ഫിക്സഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലത്. കാരണം ഇവിടെ നമ്മൾ വേരിയബിൾ, സെമി വേരിയബിൾ ഒക്കെ കൺസിഡർ ചെയ്തത് മീനിങ്ലെസ് ആയി പോകും അല്ലേ. അപ്പം ഫിക്സഡ് എക്സ്പെൻസുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണ് ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് ആസ് എ ടൂൾ ഓഫ് കൺട്രോൾ. അപ്പോൾ ഒരു കൺട്രോളിംഗ് ടൂളായിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം ഇഫക്റ്റീവ് ആകില്ല. എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഇത്ര, വേരിയബിൾ കോസ്റ്റ് ഇത്ര, സെമി വേരിയബിൾ കോസ്റ്റ് ഇത്ര, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഇല്ല. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു പരിധി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമില്ല. കാരണം നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് നമ്മൾ കുറയ്ക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ വേരിയബിൾ കോസ്റ്റിനും സെമി വേരിയബിൾ കോസ്റ്റിനും ഒക്കെയാണ് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ഒരു കൺട്രോളിങ് പർപ്പസിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? which does not provide meaningful basis for comparison and control and not suitable for fixing price. കാരണം ഫിക്സഡ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്തല്ലല്ലോ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിലൊന്നും ഇത് അത്രത്തോളം യൂസ്ഫുൾ അല്ല. പിന്നെ ഒരു ഏകദേശം ഒരു ബേസ് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം നമ്മളെ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പർപ്പസ് ഒക്കെ എവിടെയായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക? ഇൻ കേസ് ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫിക്സഡ് ബഡ്ജറ്റിനെ സ്റ്റാറ്റിക് ബഡ്ജറ്റ് എന്ന് വിളിച്ച പോലെ തന്നെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ നമുക്ക് മറ്റൊരു പേരും കൊണ്ട് വിളിക്കാം, സ്ലൈഡിംഗ് സ്കെയിൽ ബഡ്ജറ്റ്. കാരണം ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വോളിയം, അതായത് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ടാകുന്നു, അതിൽ വരുന്ന ചേഞ്ച്, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിളിനെ കൃത്യമായിട്ട് വേർതിരിച്ച് അതിൻ്റെ കോസ്റ്റുകളെ കുറിച്ചുള്ള ഐഡിയ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, റിയലിസ്റ്റിക് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കബിൾ എന്നൊക്കെ പറയുന്നത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. സോ ബേസിക്കലി നമ്മൾ 4 ബേസിസ് അനുസരിച്ചുള്ള ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് HSSTക്ക് പ്രീവിയസ് ഇയർ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ നോക്കാം. എ ബഡ്ജറ്റ് ദാറ്റ് ഗീവ്സ് എ സമ്മറി ഓഫ് ഓൾ ദ ഫങ്ഷണൽ ബഡ്ജറ്റ് ഈസ് കോൾഡ്.
എ ബഡ്ജറ്റ് ദാറ്റ് ഗിവ്സ് സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബഡ്ജറ്റ്. എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റിന്റെയും സമ്മറി തരുന്ന ഏതാണ്? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണോ? മാസ്റ്റർ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, സെയിൽസ് ബഡ്ജറ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ടൈപ്പ് ആണ് അല്ലേ? സെയിൽസ് ബഡ്ജറ്റ് ഒക്കെ ഫങ്ഷണൽ ബഡ്ജറ്റിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? വിച്ച് ഇസ് മാസ്റ്റർ ബഡ്ജറ്റ്. ഇതിന്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എവിടെയാണ്? മാസ്റ്റർ ബഡ്ജറ്റിലാണ്. സോ നോക്കി, വളരെ ബേസിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മതി ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ബഡ്ജറ്റിൻ്റെ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. സോ ഏതൊക്കെ ബേസിസിൽ എങ്ങനെയൊക്കെ ബഡ്ജറ്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു രീതിയിൽ, അതായത് ടോപ്പിക്ക് മനസ്സിലാക്കി ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് അത് എത്തണമെന്നില്ല. ഹാർഡ് വർക്കിംഗ് ഉറപ്പായിട്ടും വേണം, പക്ഷെ നമ്മൾ എന്ത് പഠിക്കണം എന്നൊരു ധാരണയില്ലാതെ അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടിലേക്ക് എത്താനൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ ഇങ്ങനെ കൃത്യമായിട്ട് ടോപ്പിക് വൈസ് മനസ്സിലാക്കി അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ അക്കാഡമിയുടെ HSST ക്ലാസ്സിൽ, കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ആപ്പിൾ അക്കാഡമിയെ ആയിട്ട് ബന്ധപ്പെടുക. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.